2 മാസത്തിന് മുകളിലായി മെഴുകുതിരി വെട്ടത്തിൽ പഠനം നടത്തേണ്ട ഗതികേടിലായിരുന്നു ഇടുക്കി വണ്ടിപ്പെരിയാറിലെ 2 സഹോദരിമാർ. എസ്റ്റേറ്റുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം നിലനിൽക്കുന്നതിനാലാണ് പുതിയ വൈദ്യുതി കണക്ഷൻ വീട്ടിലേക്ക് നൽകാതിരുന്നത്. കുട്ടികളുടെ ഈ ദുരവസ്ഥ വാർത്തയായതോടെ ജില്ലാ കളക്ടർ ഇടപെട്ട് ഒടുവിൽ പരിഹാരം കണ്ടെത്തി. രണ്ട് മാസമായിട്ട് കറണ്ടില്ലാതെയാ പഠിക്കുന്നത്. മെഴുകുതിരി കത്തി വെച്ചിട്ടാ പഠിക്കുന്നത്. കണ്ണൊക്കെ എരിയും മെഴുകുതിരി കത്തി വെച്ചിട്ട് പഠിക്കുന്ന കാരണം. 2 മാസത്തിലധികമായി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹാസിനിയുടെയും 1ാം ക്ലാസ്സുകാരി ഹർഷിനയുടെയും പഠനം ഇങ്ങനെയായിരുന്നു. ഇനി ഇവർക്ക് ഇങ്ങനെ മെഴുകുതിരി വെട്ടത്തിലിരുന്ന് ബുദ്ധിമുട്ടി പഠിക്കേണ്ട. ഉടൻ തന്നെ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് KSEB ഇവരുടെ വീട്ടിൽ കറണ്ട് എത്തിക്കും. കളക്ടറുടെ ഉറപ്പിന്മേൽ കുട്ടികൾക്ക് സന്തോഷം. ഒത്തിരി സന്തോഷമാണ്. കളക്ടർ സാർ പറഞ്ഞ് 2 ദിവസത്തിൽ കറണ്ടൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ്. ഇന്ന് ഞങ്ങൾ മെഴുകുതിരി വെട്ടത്തിൽ പഠിക്കണ്ട. എല്ലാ ചാനൽക്കാർക്കും ഒത്തിരി നന്ദിയാണ്. കളക്ടർ സാർ ഞങ്ങളെ വിളിച്ച് വരാൻ പറഞ്ഞായിരുന്നു. 11 മണിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തായിരുന്നു. അകത്ത് കയറി റൂമിൽ കയറിയിട്ട് ബോബ്സാരും വന്നിട്ട് NOC തരാമെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് ലൈൻ പോസ്റ്റ് ഇട്ട് കറണ്ട് വലിക്കോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീടിനടുത്തുള്ള വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ നിന്നായിരുന്നു കുട്ടികളുടെ വീട്ടിലേക്ക് വൈദ്യുതി നൽകിയിരുന്നത്. മോഹനന്റെ അച്ഛൻ വിജയൻ ക്ലബ്ബിലെ ജോലിക്കാരനായിരുന്നു. 25 വർഷം മുമ്പ് RBT കമ്പനി ഇവർ താമസിക്കുന്ന വീടും 10 സെന്റ് സ്ഥലവും വിജയന് എഴുതി നൽകി. കാലപ്പഴക്കം ചെന്ന പോസ്റ്റുകൾ മഴക്കാലത്തൊടിഞ്ഞതോടെ ക്ലബ്ബിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇല്ലാതായി. പുതിയ കണക്ഷൻ എടുക്കാൻ അപേക്ഷ നൽകി. വീടിനുള്ളിൽ പുതിയ വയറിങ്ങും നടത്തി. പുതിയ കണക്ഷൻ നൽകാൻ KSEB തയ്യാറായെങ്കിലും പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റ് തടസ്സം നിൽക്കുകയായിരുന്നു. കറണ്ടില്ലാത്തത് മക്കളുടെ പഠനത്തിനൊപ്പം കുടിവെള്ളവും പ്രതിസന്ധിയിലാക്കി. ഒടുവിൽ കളക്ടർ ഇടപെട്ടു. പോപ്സ് ആവശ്യപ്പെട്ടത് വിജയൻ്റെ ഭാഗത്തു നിന്നൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവരത് കൺസെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഒരു റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ BPL സർട്ടിഫിക്കറ്റും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ KSEB അതിൻ്റെ നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞു. പോപ്സ് എസ്റ്റേറ്റുമായുള്ള ഉടമസ്ഥാവകാശം കോടതിയിൽ നിലനിൽക്കെ തന്നെ പരിഹാരം കണ്ടെത്തി. KSEB പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് കണക്ഷൻ നൽകും. കണക്ഷൻ നൽകുന്നതിന് എതിർപ്പില്ലെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് കളക്ടറെ അറിയിച്ചു. ഹാഷിനിക്കും ഹർഷിനിക്കും ഇനി മെഴുകുതിരികൾ ഊതിക്കെടുത്താം. നല്ല വെളിച്ചത്തിൽ പഠിച്ചു വളരാം. മാതൃഭൂമി ന്യൂസ്, കുമളി.